ഇതിലിപ്പോൾ സുഹൈൽ പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ സമാധാന കരാറുകളൊക്കെ ഏകപക്ഷീയമായി റദ്ദു ചെയ്ത മുൻകാല അനുഭവം ഇസ്രായേലിന്റെ കാര്യത്തിലുണ്ടല്ലോ. അത് ഓസ്ലോയിലും ക്യാമ്പ് ഡേവിഡിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഈ ബന്ദികളെ പൂർണ്ണമായും വിട്ടു നൽകിയതിനു ശേഷം വീണ്ടും ഇസ്രായേൽ ആക്രമണം പുനരാരംഭിക്കുമോ എന്ന ആശങ്ക സ്വാഭാവികമായും ഗസക്കാർക്കുണ്ടാവാം, ഹമാസ്ക്കുണ്ടാകാം, ലോകരാജ്യങ്ങൾക്കുണ്ടാവാം. പക്ഷേ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ലോകം മുഴുവൻ ഗസയ്ക്ക് അനുകൂലമായ ഒരു നിലപാടെടുത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ട്രംപ് അടക്കം ഇപ്പോൾ ഇസ്രായേലിനെതിരെ എന്നല്ല, ഗസയ്ക്ക് അനുകൂലമായി ഒരു സ്റ്റാൻഡ് എടുത്ത ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ മുൻകാലങ്ങളെപ്പോലെ ഈ കരാർ ഏകപക്ഷീയമായി റദ്ദ് ചെയ്യുക എന്ന ഒരു കാര്യം അത്ര എളുപ്പമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പുതിയ സാഹചര്യത്തിൽ. തീർച്ചയായിട്ടും. കാരണം ഇസ്രായേലിന്റെയും അല്ലെങ്കിൽ അമേരിക്കയുടെയും ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇതിൽ ഒരുപാട് ഇത് ശരിയാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് ഈ അധിനിവിഷ്ട വെസ്റ്റ് ബാങ്ക് പ്രദേശമൊക്കെ പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കാൻ തിരക്കിട്ട ചില നീക്കങ്ങൾ നടന്നിരുന്നു. അതോടൊപ്പം തന്നെ ഗസയെ പൂർണ്ണമായിട്ടും തങ്ങളുടെ ഒരു കോളനിയാക്കി മാറ്റാൻ ഗസ നിവാസികൾ അവിടെ നിന്ന് പുറന്തള്ളിക്കൊണ്ട് അത് ഏറ്റെടുത്തൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയെടുക്കാൻ ട്രംപ് ഭരണകൂടവും അതോടൊപ്പം തന്നെ ഇസ്രായേലും തുനിഞ്ഞിരുന്നു. പക്ഷെ ഇതൊക്കെയും തകർത്ത് ലോക പൊതുസമൂഹത്തിന്റെ ഒരു വികാരം ഈ ഫലസ്തീൻ കോസിനോട് അല്ലെങ്കിൽ ഫലസ്തീൻ ഈ ഒരു പോരാട്ടത്തോട് അനുകൂലമാക്കി മാറ്റിയത് അത് തീർച്ചയായിട്ടും ഒരു ചെറിയ കാര്യമല്ല. കാരണം 143ഓളം രാജ്യങ്ങൾ ഈ ഫലസ്തീൻ എന്ന സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ചുവടുമാറ്റമാണ് ഒരു പക്ഷേ ഇസ്രായേലിനെയും അമേരിക്കയെയും കൂടുതൽ ഞെട്ടിച്ചിരിക്കുന്നത്. കാരണം തങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും തങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കുമെന്ന് കരുതിയ ആ രാജ്യങ്ങൾക്കുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന അതിശക്തമായിട്ടുള്ള ബഹുജന പ്രതിഷേധങ്ങൾ, ബഹുജന ഐക്യദാർഢ്യ പരിപാടികൾ, ഇതൊക്കെ ഇറ്റലി പോലുള്ള രാജ്യം, ജർമ്മനി പോലുള്ള രാജ്യത്ത് പോലും അതിശക്തമായിട്ടുള്ള ഒരു പിന്തുണയൊക്കെ വരുന്നൊരു ഘട്ടത്തിൽ നിലവിലുള്ള അവസ്ഥയിൽ ഇനിയും ഒരു യുദ്ധം പുനരാരംഭിക്കുന്നത് ഈ ഒറ്റപ്പെടലിനെ കുറെ കൂടി വ്യാപ്തിയിലേക്ക് കൊണ്ടുപോകുമെന്ന തിരിച്ചറിവ് ട്രംപിനുമുണ്ട്, അതോടൊപ്പം തന്നെ നെതന്യാഹുവിനുമുണ്ട്. കാരണം 80% അമേരിക്കൻ ജനതയും കരുതുന്നത് ഈ ഫലസ്തീൻ ജനത അതിനൊരു സ്വതന്ത്ര രാഷ്ട്രം വേണം എന്ന അർത്ഥത്തിലുള്ള ഒരു സർവേ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യുദ്ധം എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് എന്ന ചോദ്യം അവിടുത്തെ പൊതുസമൂഹവും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പിന്നിട്ട മാസങ്ങളിലൊക്കെ നമ്മളത് കണ്ടതാണ്. തെലവീവിലും ഹൈഫയിലും ജെറൂസലമിലൊക്കെ ലക്ഷങ്ങളാണ് നിത്യവും അണിനിരന്നുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന മുറവിളി കൂട്ടുന്നത്. കേവലം ബന്ദികളെ വിട്ടുകിട്ടാൻ മാത്രമല്ല, ഈ യുദ്ധം ഇസ്രായേലി സമൂഹത്തിൽ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്ന അസ്ഥിരത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സമ്മർദ്ദത്തിന്റെ ഒരു വെളിച്ചത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരം ഒരു നിലപാടിലേക്ക് ഭരണകൂടങ്ങൾ രണ്ടും, അമേരിക്കയുടെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെയും ഭരണകൂടങ്ങൾ മാറി ചിന്തിക്കാൻ അവർ തയ്യാറായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തുർക്കിയും ഖത്തറും ഈജിപ്തും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ചില ഉറപ്പുകൾ ട്രംപുമായി സംസാരിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഹമാസിന് നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്.